മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ എപ്പോഴും അവഗണിക്കുന്ന കേരളത്തിൻ്റെ ഒരു നിരന്തര ആവശ്യമുണ്ട്: റെയിൽവേ വികസനം. നമുക്കറിയാവുന്ന പോലെ റെയിൽവേ വികസനം എന്ന ആവശ്യവുമായി കേരളത്തിലെ പാർട്ടികളും നേതാക്കളും കേന്ദ്ര സർക്കാരിനെയും റെയിൽവേയെയും സമീപിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറിയ. ആവശ്യങ്ങൾ പലതാണ്: പുതിയ ട്രെയിനുകൾ അനുവദിക്കുക, പാത ഇരട്ടിപ്പിക്കുക, റെയിൽവേ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ മലയാളികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ എന്നും അതിനെ അവഗണിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് 10 വർഷത്തിനിപ്പുറം കേരളത്തിന് ലഭിച്ച വലിയ റെയിൽവേ വിഹിതമെന്ന് പറയുന്നത് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ മാത്രം. ആ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ എന്തോ മഹാത്ഭുതം പോലെയായിരുന്നു അവതരിപ്പിക്കപ്പെട്ടത്. അവ വലിയ ആഘോഷത്തോടെ പ്രധാനമന്ത്രി നേരിട്ടെത്തി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു, വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, ഈ ട്രെയിനിന് പല സ്റ്റേഷനിലും സ്വീകരണം ഒരുക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നതിന് ശേഷം വന്ദേ ഭാരത് ട്രെയിനുകൾ കൃത്യമായി ഓടിക്കുവാൻ വേണ്ടി പല എക്സ്പ്രസ് ട്രെയിനുകളും വൈകിയാണ് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ 100 കിലോമീറ്റർ വേഗത പോലും എത്താൻ കഴിയാത്ത പാതകളാണ് കേരളത്തിലുള്ളത്. ആ പാതകളിൽ വൈകി ഓടുന്ന ട്രെയിനുകൾ കൂടിയാകുമ്പോൾ യാത്രാ ദുരിതം അതിൻ്റെ പരകോടിയിലെത്തുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വാർത്ത 2027 ആയാലും കേരളത്തിലെ ട്രെയിനുകൾ ഇപ്പോഴത്തെ വേഗതയിൽ തന്നെ തുടരും എന്നതാണ്. കാരണം വേഗത വർദ്ധിപ്പിക്കാനുള്ള റെയിൽവേ വികസന നടപടികൾ റെയിൽവേ ഇനിയും ദ്രുതഗതിയിലാക്കിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് സംബന്ധിച്ചൊരു വാർത്ത ഇന്നത്തെ ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: അടുത്തൊന്നും ട്രെയിൻ കുതിച്ചു പായില്ല. സംസ്ഥാനത്ത് 2027 ആയാലും ട്രെയിനുകളുടെ വേഗത്തിൽ കാര്യമായ വർധന ഉണ്ടാകില്ല എന്ന് വിലയിരുത്തൽ. നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മംഗളൂരുവിലെത്താൻ 8.35 മണിക്കൂർ വേണം. ശരാശരി വേഗം 78 മുതൽ 85 കിലോമീറ്റർ, പരമാവധി വേഗം 130 കിലോമീറ്റർ ആക്കുമെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് ദക്ഷിണ റെയിൽവേ നൽകിയ മറുപടി. കഴിഞ്ഞ വർഷം നവംബറിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ 2027 തിരുവനന്തപുരം മംഗളൂരു സെക്ഷൻ ഈ നേട്ടം കൈവരിക്കണം. ഷൊർണൂർ കണ്ണൂർ സെക്ഷൻ നടപ്പു സാമ്പത്തിക വർഷവും കണ്ണൂർ മംഗളൂരു കൊല്ലം തിരുവനന്തപുരം സെക്ഷനുകൾ 2025-26 എറണാകുളം ആലപ്പുഴ കായംകുളം കൊല്ലം ഷൊർണൂർ പോത്തന്നൂർ സെക്ഷനുകൾ 2026-27 130 കിലോമീറ്ററായി ഉയർത്താനുള്ള പദ്ധതിയാണ് റെയിൽവേക്കുള്ളത്. എന്നാൽ ഇതിനുള്ള നടപടികൾ മന്ദഗതിയിലാണ്. നിലവിൽ തിരുവനന്തപുരം കായംകുളം കോട്ടയം എറണാകുളം വരെ 110 കിലോമീറ്റർ വേഗം കൈവരിച്ചതായി തിരുവനന്തപുരം ഡിവിഷണൽ ഓഫീസ് അധികൃതർ പറയുന്നു. എറണാകുളം ഷൊർണൂർ വരെ 80 കിലോമീറ്ററായി തുടരുകയാണ്. പാലങ്ങളും വൻ വളവുകളും യാർഡുകളുമുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ വേഗത്തിലേ പോകാനാകും. 10 കിലോമീറ്റർ ദൂരം പോലും 110 കിലോമീറ്റർ വേഗം കൈവരിക്കാനാകില്ലെന്ന് ഇപ്പോഴുള്ള ട്രെയിനിലെ ലോക്കോ പൈലറ്റ് ആയിരുന്ന PN സോമൻ പറയുന്നു. നമുക്കറിയാം, ഈ റെയിൽവേ വികസനം എന്ന ആവശ്യം മലയാളി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയാണ്. ദക്ഷിണ റെയിൽവേക്ക് ടിക്കറ്റ് വിൽപ്പനയിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ എന്നും അവഗണന മാത്രമേ കേരളത്തിന് ലഭിച്ചിട്ടുള്ളൂ. കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യം അതിവേഗമുള്ള യാത്രാമാർഗങ്ങളാണ്. അതിന് ഒരു ബദൽ സംവിധാനം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ റെയിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ആ റെയിലിനെ തുരങ്കം വയ്ക്കാനായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും BJPയും ഒക്കെ ഒറ്റക്കെട്ടായി ശ്രമിച്ചത്. ആദ്യം പദ്ധതിയെ പ്രധാനമന്ത്രിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിലൊക്കെ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ പിന്നീട് സംസ്ഥാന BJP നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ റെയിലിന് തുരങ്കം വയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ഇപ്പോൾ തെളിയുന്ന കാര്യം റെയിൽ തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ യാത്രാ ദുരിതത്തിന് ഉള്ള ഏക പരിഹാരമെന്ന് തന്നെയാണ്. കാരണം 2027 ഈ പറയുന്ന റെയിൽവേ വികസനം എങ്ങും എത്തുന്നില്ല എങ്കിൽ അത് ഉടനെങ്ങും ഒരു സമീപ ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വേഗം കൈവരിക്കാൻ കേരളത്തിലെ ട്രെയിനുകൾക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ബദൽ മാർഗങ്ങൾ തന്നെയാണ് കേരളത്തിന് ആശ്രയം. ആ ബദൽ മാർഗം റെയിലാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത 2027 ആയാലും കേരളത്തിലെ ട്രെയിനുകൾ ഇപ്പോഴത്തെ വേഗത്തിൽ തന്നെയായിരിക്കും ഓടുക.